അങ്ങനെ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രഹ്മാണ്ഡമായ ചിത്രമായ എമ്പുരാൻ ചിത്രത്തിൻ്റെ ട്രെയിലർ ഒഫീഷ്യലി റിലീസായിരിക്കുകയാണ്. ഇന്ന് 20 മാർച്ച് ഉച്ചയ്ക്ക് 1:08 ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി തലേന്ന് വൈകിട്ട് ഏറെക്കുറെ ഇന്ന് വെളുപ്പിനെയോടെ തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായി. കാരണം ചിത്രത്തിൻ്റെ ട്രെയിലർ ലീക്ക്ഡായി എന്നതുകൊണ്ടാണ്. ശരിക്കും ലീക്കായതാണോ അതോ ഇനി ഇതും പൃഥ്വിയുടെ മാർക്കറ്റിംഗ് തന്ത്രമാണോ അറിയില്ല. എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലൂസിഫർ പോലെ തന്നെ ഒരു ക്ലാസ് ആക്ഷൻ സിനിമ തന്നെയാണ് എമ്പുരാനും. 15 വയസ്സിൽ ആശ്രയത്തിൽ നിന്ന് കാണാതെയാകുന്ന സ്റ്റീഫൻ്റെ കഥയും സെയ്ദ് മസൂദിൻ്റെ കുട്ടിക്കാലവും ഇവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടുന്നു എന്നത് നമുക്ക് എമ്പുരാനിൽ കാണാം. കൂടാതെ 26 കൊല്ലത്തിന് ശേഷം നാട്ടിലെത്തിയ ലൂസിഫറിന് മുമ്പുള്ള കഥയും ചിത്രത്തിൽ കാണാം. ലൂസിഫർ ചിത്രത്തിൽ പ്രധാന ആൻറ്റഗോണിസ്റ്റ് ബിമൽ നായരായിരുന്നുവെങ്കിൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ കാവിപ്പടയും ഡ്രഗ് കാർട്ടൽസും CIAയും കൂടെ നിന്ന് ചതിക്കുന്നവരും ഉണ്ടാകുന്നു. ട്രെയിലറിൽ CIA ഹെഡ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന്. ഖുറേഷി അബ്രഹാമിനെ പിടിക്കാൻ ടെററിസ്റ്റുകളുടെ സഹായം തേടുന്നതാകാം, അല്ലെങ്കിൽ തിരിച്ചോ. ലൂസിഫർ ചിത്രത്തിലെ ടൊവിനോയുടെ ക്യാരക്ടറായ ജതിൻ രാമദാസിനെയാണ് ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. എമ്പുരാൻ ട്രെയിലറിൽ ഇങ്ങനെ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ഇത് സൂചിപ്പിക്കുന്നത് ജതിൻ രാമദാസ് വില്ലനാണ് എന്നത് തന്നെയാണ്. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു കാര്യവും കൂടി നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നതാണ്. ട്രെയിലറിൻ്റെ മറ്റൊരു ഭാഗത്ത് IUFൻ്റെ പുതിയ സ്ഥാനത്തേക്ക് പ്രിയദർശിനി എത്തുന്നു എന്നൊരു ബാനർ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം ജതിൻ രാമദാസ് വില്ലൻ തന്നെ ആകാം എന്നത് തന്നെയാണ്. നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം കാരണം ഗോവർദ്ധൻ സ്റ്റീഫനെ തിരിച്ചു വിളിക്കുന്നതും കാണാം. തുടർന്ന് സ്റ്റീഫൻ ഖുറേഷിയായി തിരിച്ചു വരുന്നതും നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞാൻ ട്രെയിലറിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ.